ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് സ്തുതി. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തുകൾ പാകി പുത്തൻ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് ഭൂമിയെ സ്വർഗമാക്കുവാൻ ഇതാ ഒരു ക്രിസ്തുമസ് കൂടി വരവായി. ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും പങ്കുവെക്കുന്നതും യേശുക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും അതിലുപരി വിശ്വസ്തതയുമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യത്തിരിച്ചുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ വിശ്വസ്തയോടെ നിലനിന്നിരുന്ന പരിശുദ്ധ അമ്മയും പരാതികളില്ലാതെ നിശബ്ദമായി ദൈവേഷ്ടത്തിൽ വിശ്വസ്തതാപൂർവം കാത്തു സൂക്ഷിച്ച് തന്റെ കുടുംബത്തെ സംരക്ഷിച്ച വിശുദ്ധ യൗസേ പിതാവും, ദരിദ്രനായി ജനിച്ച് സ്നേഹത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ദൈവത്തിന്റെ വിശ്വസ്തത ലോകത്തോട് പ്രഖ്യാപിച്ച ഉണ്ണീശോയും ഈ ക്രിസ്തുമസ് നാളിൽ നമ്മെയും വിചിന്തനം ചെയ്യിപ്പിക്കുന്ന ഒന്നുണ്ട്. അനുദിന ജീവിതത്തിൽ നാം എത്രമാത്രം വിശ്വസ്തരാണ് എന്ന് തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കുമെന്ന്. അതെ പ്രിയമുള്ളവരെ, നമ്മുടെയും അനുദിന ജീവിതത്തിൽ വിശ്വസ്തത എന്ന പുണ്യം കാത്തു സൂക്ഷിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, അങ്ങ് കാണിച്ചു തന്ന വിശ്വസ്തത എന്ന പുണ്യം സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് വിശ്വസ്തരായി മാറുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ.